ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അക്കാമ ചെറിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് കേരള റിനൈസൻ ലീഡർ ആയിട്ടുള്ള ഒരു പേഴ്സണെ കുറിച്ചാണ്. സോ ബിഫോർ മൂവിങ് ടു അവർ വീഡിയോ, നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അക്കാമ ചെറിയാൻ എന്ന് പറഞ്ഞ പേഴ്സൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1909 മുതൽ 1982 വരെയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു ജനനം. അക്കാമ ചെറിയാനെ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന പേരിലാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന പേര് അവർക്ക് നൽകിയത് ഗാന്ധിജി ആയിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വയ്ക്കുക. ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ ആരാണ്? അക്കാമ ചെറിയാൻ. ആ ഒരു നെയിം അവർക്ക് നൽകിയത് ഗാന്ധിജിയാണ്. ഇതിനു പുറമെ അവരെ ജവാൻ ഓഫ് ആർക്ക് ഓഫ് കേരള എന്നുകൂടി അവർ അറിയപ്പെട്ടിരുന്നു. ആ ഒരു നാമത്തിലൂടെ കൂടി അവർ അറിയപ്പെട്ടിരുന്നു. എന്താണ്? ജവാൻ ഓഫ് ആർക്ക് ഓഫ് കേരള. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരൊരു ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർഗനൈസേഷൻ്റെ പേര് ദേശ സേവിക സംഘം എന്നായിരുന്നു. എന്താണ് ഓർഗനൈസേഷൻ്റെ പേര്? ദേശ സേവിക സംഘം. ദെൻ 1938 അതായത് 1938 തമ്പാനൂരിൽ നിന്ന് കൗഡിയാർ പാലസ് വരെ അവരൊരു മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ചിൻ്റെ പേരാണ് രാജധാനി മാർച്ച്. ഏത് വർഷമായിരുന്നു? 1938. ഇമ്പോർട്ടൻ്റ് ആണ്. രാജധാനി മാർച്ച് എവിടെ മുതൽ എവിടം വരെയായിരുന്നു? തമ്പാനൂർ മുതൽ കൗഡിയാർ പാലസ് വരെയായിരുന്നു. മാർച്ചിൻ്റെ പേര് രാജധാനി മാർച്ച്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാമ ചെറിയാനായിരുന്നു. അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അക്കാമ ചെറിയാനായിരുന്നു. പിന്നെ അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വേർഡ് ഉണ്ട്. അതെന്താന്ന് നോക്കാം. ഐ ആം ദ ലീഡർ, ഷൂട്ട് മീ ഫേഴ്സ്റ്റ് ബിഫോർ യു കിൽ അതേഴ്സ്. ഞാനാണ് ലീഡർ, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ഒരു കോട്ട്സ് ഉണ്ട്. അത് അക്കാമ ചെറിയാൻ്റെയാണ്. പിന്നെ അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ജീവിതം ഒരു സമരം എന്നാണ്. ദെൻ അവരുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് 1114 കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് വർക്ക് ഉണ്ട്. അത് എഴുതിയത് അക്കാമ ചെറിയാനാണ്. പിന്നെ അക്കാമ ചെറിയാൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അതുള്ളത് ട്രിവാൻഡ്രത്തെ വെള്ളയമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് അക്കാമ ചെറിയാൻ്റെ സ്റ്റാച്യു ഉള്ളത്. സോ നമ്മൾ എന്തൊക്കെയാണെന്ന് അക്കാമ ചെറിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് കേരള റിനൈസൻസ് ലീഡറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ജീവിത കാലഘട്ടം പറഞ്ഞു. 1909 മുതൽ 1982 വരെയായിരുന്നു അവരുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അവരെ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്നായിരുന്നു, ആ ഒരു നെയിമിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ആ ഒരു നെയിം അവർക്ക് നൽകിയത് മഹാത്മാഗാന്ധി ആയിരുന്നു. ദെൻ അവർ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു. പിന്നെ അവരുടെ ഓർഗനൈസേഷൻ്റെ പേരിനെ പറ്റി ഞാൻ പറഞ്ഞു അല്ല, എന്തായിരുന്നു? ദേശസേവിക സംഘം എന്നായിരുന്നു അവരുടെ ഓർഗനൈസേഷൻ്റെ പേര്. പിന്നെ അവരെ ജവാൻ ഓഫ് ആർക്ക് ഓഫ് കേരള എന്നുകൂടി അവരെ അറിയപ്പെട്ടിരുന്നു. പിന്നെ രാജധാനി മാർച്ച് ഏതായിരുന്നു വർഷം? 1938. തമ്പാനൂർ മുതൽ കൗഡിയാർ പാലസ് വരെയായിരുന്നു. പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ആര്? അക്കാമ ചെറിയാൻ. അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്തുന്ന സമയത്ത് തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ആര്? അക്കാമ ചെറിയാൻ. പിന്നീട് അവരുടെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോട്ട് ഞാൻ പറഞ്ഞു. എന്താണ്? ഐ ആം ദ ലീഡർ, ഷൂട്ട് മീ ഫേഴ്സ്റ്റ് ബിഫോർ യു കിൽ അതേഴ്സ്. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഒരു വർക്കിനെ പറ്റി ഞാൻ പറഞ്ഞു അല്ലേ, 1114 കഥ. പിന്നെ ഓട്ടോബയോഗ്രഫി പറഞ്ഞു, ജീവിതം ഒരു സമരം. പിന്നെ അവരുടെ ഒരു സ്റ്റാച്യു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എവിടെയായിരുന്നു? തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവരുടെ സ്റ്റാച്യു ഉള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അക്കാമ ചെറിയാൻ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.
Till then, bye.